ജയരാജനുമായി ബന്ധപ്പെട്ട പുസ്തക വിവാദത്തിൽ കോട്ടയം SP സമർപ്പിച്ച റിപ്പോർട്ട് തൃപ്തികരമല്ലെന്ന് സംസ്ഥാന പോലീസ് മേധാവിയുടെ വിലയിരുത്തൽ. റിപ്പോർട്ട് മടക്കിയ DGP വീണ്ടും അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ SPക്ക് നിർദ്ദേശം നൽകി. പുസ്തകത്തിന്റെ പൂർണ്ണരൂപം പുറത്തുപോയതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടെന്നായിരുന്നു EP ജയരാജന്റെ ആരോപണം. കോട്ടയം SP പ്രാഥമിക അന്വേഷണം നടത്തി സമർപ്പിച്ച റിപ്പോർട്ടിൽ ഗൂഢാലോചനയെക്കുറിച്ച് പരാമർശമില്ല. പല ചോദ്യങ്ങൾക്കും ഉത്തരവുമില്ല. പുസ്തകത്തിന്റെ PDF ചോർന്നത് DC ബുക്സിൽ നിന്ന് തന്നെയാണെന്നും EP ജയരാജനും DC ബുക്സും തമ്മിൽ കരാറുണ്ടായിരുന്നില്ല എന്നും മാത്രമാണ് റിപ്പോർട്ടിലുള്ളത്. എന്നാൽ ആരു ചോർത്തി, എങ്ങനെ ചോർത്തി, എന്തിനു ചോർത്തി എന്നീ ചോദ്യങ്ങൾക്ക് ഉത്തരമില്ല. ഗൂഢാലോചന നടന്നുവെന്നതിലും വ്യക്തതയില്ല. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥിയായിരുന്ന P സരിനെ കുറിച്ച് വന്ന വിവാദ പരാമർശം EP ജയരാജൻ പറഞ്ഞിട്ടെഴുതിയതാണോ എന്നതിലും വ്യക്തതയില്ല. EP ജയരാജൻ, രവി DC എന്നിവരുടെ മൊഴികളിലും വ്യക്തതക്കുറവുണ്ട്. ഇക്കാര്യങ്ങളിൽ വ്യക്തത വരുത്തി കൂടുതൽ നിഗമനങ്ങളുള്ള റിപ്പോർട്ട് നൽകണമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവി കോട്ടയം SPക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ഈ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രം കേസെടുത്തുള്ള അന്വേഷണം വേണോ എന്ന കാര്യത്തിൽ തീരുമാനമെടുത്താൽ മതിയെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ നിലപാട്. നേരത്തെ തുടരന്വേഷണം വേണമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ അടക്കം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് വീണ്ടും അന്വേഷണം നടത്താനുള്ള നിർദ്ദേശം വന്നത്. മീഡിയ 1, തിരുവനന്തപുരം.